ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണി ആയിട്ടാണ്. അരിയും ചിക്കനും എല്ലാം കൂടെ കുക്കറിൽ ഒരുമിച്ച് ഇട്ട് വേവിച്ചെടുക്കുന്ന ഒരു ബിരിയാണിയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 സവാളയാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 2 വലിയ തക്കാളി, 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 7-8 പച്ചമുളക്. അപ്പം നമ്മൾ തീ കത്തിച്ച് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ബട്ടറും വെളിച്ചെണ്ണയും കൂടെ ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 3 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടാണ് ഉള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട ഇതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണ് ഗരം മസാലയാണ്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചിക്കൻ വേവിക്കാൻ ആവശ്യമായ ഗരം മസാലയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 750 ഗ്രാം ചിക്കനാണ്. ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് 3 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മല്ലിയില പുതിനയില അരിഞ്ഞ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഗ്ലാസ് അരിയാണ്. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 4 ഗ്ലാസ് തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കനിൽ നിന്ന് ഒരു 2 ഗ്ലാസ് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു കണക്കനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ ഇപ്പോൾ 3 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് അരി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ചോറ്റിലേക്ക് ആവശ്യമായ മസാല ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില പുതിനയിലയും കൂടെ തൂവി കൊടുക്കാം. അപ്പം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ചെറു തീയിൽ നമുക്ക് ഈ ചോറ് വേവിച്ചെടുക്കാം. വിസിലൊന്നും വരേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞതിന് ശേഷം തീ ഓഫാക്കി ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നെടുത്താൽ നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.